ശ്രീജിത്ത്, ഇങ്ങനെ ഒരു കത്തുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിക്കുമെന്ന് കരുതാൻ കഴിയുമോ? മുഖ്യമന്ത്രി നേരിട്ടൊരു വിശദീകരണത്തിനുള്ള സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി നേരിട്ടൊരു വിശദീകരണം കോഴിക്കോട്ടെ പൊതുസമ്മേളനത്തിൽ നടത്താൻ പോകുന്നുവെന്നാണ് നമ്മുടെ പ്രതിനിധി VS രഞ്ജിത്ത് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് ഇന്ന് കോഴിക്കോട് പൊതുപരിപാടിയുണ്ട്. അവിടെ ഈ PV അൻവറുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും മലപ്പുറം ജില്ലയ്ക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളെപ്പറ്റിയും ഉള്ള എല്ലാ തരത്തിലുള്ള മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു മറുപടി നൽകാൻ പോകുമ്പോൾ അതിനുള്ള കളമൊരുക്കലായി വേണം ഈ ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് അയച്ച അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അയച്ച കത്തിനെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ. മറ്റൊന്ന്, ഈ ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിൽ എന്നുള്ളതാണ്. അതിൽ വിവരങ്ങൾ ലഭിച്ചിട്ടാകണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ ഒരു നടപടി എടുക്കാത്തതെന്നും ഗവർണർ ചോദിക്കുന്നുണ്ടല്ലോ. ഗവർണറും മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തിന് എതിരായിട്ടുള്ള പരാമർശത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രി പറഞ്ഞതായി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം പോലീസ് 123 കോടി രൂപയുടെ ഹവാല പണവും 150 കിലോഗ്രാം കള്ളക്കടത്ത് സ്വർണവും പിടിച്ചിട്ടുണ്ട് എന്നാണ്. ഇത്തരം പിടികൂടിയ സ്വർണവും പണവുമെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനത്തിന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്ന പരാമർശമാണ് ഉണ്ടായത്. അപ്പോൾ ഈ പരാമർശത്തിലൂന്നിയാണ് ഇപ്പോൾ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടപെട്ടിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് തന്നെയാകണം എന്നാണ് ഗവർണർ പറയുന്നത്. അങ്ങനെ നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സർക്കാരും അവർക്കെതിരെ നടപടിയെടുക്കാത്തതെന്നാണ് ഗവർണർ ചോദിക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ഗവർണറല്ല ഈ കാര്യങ്ങൾ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്നും ഗവർണർ ഓർമ്മിപ്പിക്കുന്നു. സർക്കാരിനറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്. സ്വർണം കടത്ത് ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിനറിയാം. ആരോപണങ്ങൾ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതായത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളതെന്ന കാര്യം വ്യക്തമാക്കണം. ഇക്കാര്യത്തിലാണ് ഗവർണർ ഇപ്പോൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, അത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. മറുവശത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ന്യായീകരിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. നമുക്കറിയാം CPIയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഘട്ടത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നുള്ളത്. ഈ ഒരു മലപ്പുറം പ്രസ്താവനയിൽ അതെങ്ങനെയാണ് CPI കാണുന്നത്? മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്ന പ്രസ്താവനയോട് ഇന്ന് CPIയുടെ നിയമസാക്ഷി നേതാവും ദേശീയ കൗൺസിൽ അംഗമായ മന്ത്രി കെ രാജനാണ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അത്തരമൊരു പ്രതികരണം മുഖ്യമന്ത്രിയാണ് നടത്തിയത്. അതുകൊണ്ട് അതിന്റെ വിശദീകരണവും മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുന്നതാകും ഉചിതമെന്ന മട്ടിലാണ് കെ രാജൻ പ്രതികരിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ഒരു പ്രതികരണമായി കെ രാജനിൽ നിന്ന് വന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്ന പ്രസ്താവന വിവാദമായ പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങൾ വിശദീകരണം മുഖ്യമന്ത്രിയോട് തന്നെ ആരായുന്നതായിരിക്കാം ഉചിതം എന്ന മട്ടിലുള്ള പ്രതികരണമാണ് CPIയിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും CPIയുടെ പാർട്ടി നേതൃത്വം, സംഘടനാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇന്നലെ ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ഇതുവരെ CPI നേതൃത്വം നടത്തിയിട്ടില്ല. എന്നാൽ CPIM നേതൃത്വത്തിൽ നിന്ന് ഇന്ന് വന്ന 2 പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഹിന്ദു ദിനപത്രത്തെ PV അൻവർ തെറ്റായി ചിത്രീകരിച്ചു എന്ന മട്ടിലാണ് പ്രതികരിച്ചത്. അതായത് ദ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ആകെ പത്രമല്ല, ഹിന്ദുത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പത്രമാണ്. അതുകൊണ്ട് ഹിന്ദു പത്രത്തിനെതിരെ അൻവറിന്റെ ആരോപണങ്ങൾ കഴമ്പുള്ളതല്ല, ഹിന്ദു പത്രത്തെ അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന മട്ടിലുള്ള ഒരു പ്രതികരണമാണ് അൻവറിൽ ആരോപിച്ചുകൊണ്ട് AK ബാലൻ നടത്തിയത്. എന്നാൽ CPIMന്റെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗമായ മുതിർന്ന നേതാവ് S രാമേന്ദ്രപിള്ള ഹിന്ദു അടക്കം ഈ കാര്യങ്ങൾ തെറ്റായ പ്രചരണം നടത്തുന്നുണ്ടെന്ന് ആക്ഷേപം ഉന്നയിച്ചു. അപ്പോൾ ഹിന്ദുവിൽ വന്നിരിക്കുന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ടെന്ന കാര്യം അപ്പോൾ തന്നെ SRPയുടെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നതാണ്. എന്നാൽ AK ബാലനാകട്ടെ മറ്റൊരു വഴിക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. അപ്പോൾ CPIMനകത്ത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഹിന്ദു അഭിമുഖവുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള വിവിധ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് ആ ഒരു സാഹചര്യത്തിലാണ് വ്യക്തത വരുത്തുന്ന ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതായത് ഹിന്ദു അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങൾ പലതും മുഖ്യമന്ത്രി പറഞ്ഞതല്ല, അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടാണ് അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത്. ഇതിലുള്ള അതൃപ്തിയാണ് ഹിന്ദു പത്രാധിപരെ
അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയുടേതോ ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തിൻ്റെയോ കാര്യം പറഞ്ഞിട്ടില്ല. മാത്രമല്ല പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ്. അങ്ങനെ പറയാത്ത കാര്യങ്ങളാണ് ഹിന്ദു ദിനപത്രത്തിന്റെ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തത വരുത്തുന്നത്.